ദുഃഖശനിയുടെ ഓർമ്മകളിലൂടെ. പുതുജീവനിലേക്ക് തളിരില നീട്ടാൻ മണ്ണിലുറങ്ങിക്കിടക്കുന്ന ഒരു വിത്തിൻ്റെ ഓർമ്മയാണ് ദുഃഖശനി. ഗോതമ്പുമണി നിലത്ത് വീണ് അഴിയുന്നതിൻ്റെ ഓർമ്മ. വസന്തത്തിൻ്റെ വർണ്ണങ്ങളിലേക്ക് മിഴി തുറക്കുന്ന തളിരിലയുടെ ആനന്ദമാണ് മനസ്സിന്. പ്രകാശത്തിൻ്റെ സന്തതികളായി വെളിച്ചത്തിൽ വ്യാപരിക്കുവാനാണ് ഇനി യാത്ര. ദുഃഖശനിയുടെ ആകർഷണം മറിയമാണ്. തലേന്ന് ദുഃഖത്തിൻ്റെ പിയാത്ത പോലെ, കണ്ണുനീരുറഞ്ഞ പോലെ ഗാഗുൽത്തായിൽ ഇരുന്നവൾ. കാൽവരി ഇറങ്ങുന്നത് പുത്രൻ്റെ സ്നേഹിതരെ ചേർത്ത് പിടിച്ചാണ്. അന്ന് 6-ാം മാസത്തിൽ ഗബ്രിയേൽ ദൂതൻ്റെ വാക്ക് കേട്ടത് മുതൽ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയായിരുന്നു. ഇത്രത്തോളം പുത്രനെ മനസ്സിലാക്കിയ ഒരമ്മ ചരിത്രത്തിൽ ഉണ്ടാകുമോ? പറഞ്ഞതിൻ്റെ കതിരും പറയാത്തതിൻ്റെ പൊരുളും അവൾ അറിഞ്ഞിരുന്നു. വരാനിരിക്കുന്നവൻ ഇവൻ തന്നെയോ അതോ മറ്റൊരുവനെ കാത്തിരിക്കണമോ എന്ന് ആരൊക്കെ ആശങ്കപ്പെട്ടാലും മറിയമെന്ന അമ്മയ്ക്ക് പുത്രൻ്റെ ദൈവത്വം ആശങ്കകൾക്ക് അതീതമായ സംഗതിയായിരുന്നു. മണ്ണിലുറങ്ങാൻ കിടന്നവൻ മനസ്സിലേക്ക് 3-ാം നാൾ ഉയർത്തു വരുമെന്ന് ആ അമ്മ അറിഞ്ഞിരുന്നു. ഇടയൻ നഷ്ടപ്പെട്ട കുഞ്ഞാടുകളെപ്പോലെ തൻ്റെ പുത്രൻ്റെ സ്നേഹിതർ ചിതറിപ്പെടാതിരിക്കുവാൻ അവൾ അവരെ തന്നോട് ചേർത്ത് നിർത്തി. ദുഃഖവെള്ളിയുടെ വിലാപങ്ങൾക്കും ഉത്ഥാനത്തിൻ്റെ മഹിമയ്ക്കും ഇടയിൽ പ്രാർത്ഥനാനിർഭരമായ കാത്തിരിപ്പിൻ്റെ കാലമുണ്ടെന്നതാണ് ദുഃഖശനി നൽകുന്ന പാഠം. ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ പറയുന്നു, ഐ റിഫ്ലക്റ്റ് മോർ ഓൺ ഹോളി സാറ്റർഡേ ബിക്കോസ് ഇറ്റ് സ്യൂട്ട്സ് ദ ഹ്യൂമൻ നേച്ചർ. വി ആർ നോട്ട് കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ് ടു ദ ലൈറ്റ് ബട്ട് വി ആർ ട്രാവലിംഗ് ടുവേഴ്സ് ലൈറ്റ്. വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഒരു കൂടാരത്തിലെന്ന പോലെ നാം പ്രകാശത്തെ കാത്തിരിക്കുന്നു. യോഹന്നാൻ 16:22 പറയുന്നു, ഇപ്പോൾ നിങ്ങൾ ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങൾ സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും എടുത്തു കളയുകയുമില്ല. ക്രിസ്തീയ ജീവിതം ഒരു യാത്രയാണ്, എ സ്പിരിച്വൽ ജേണി. ക്രിസ്തീയ ജീവിതത്തിൽ ദുഃഖശനികളാണ് ആഘോഷിക്കപ്പെടേണ്ടതും പ്രഘോഷിക്കപ്പെടേണ്ടതും. പുത്തൻ തീയും പുത്തൻ വെള്ളവും ദുഃഖശനിയുടെ അടയാളമാണ്. പുതുജീവനിലേക്ക് പദം ഉറപ്പിക്കുന്നതിൻ്റെ അടയാളം. നാളെ പുലരിയിൽ പ്രകാശത്തിലേക്കാണ് മിഴി തുറക്കുന്നത് എന്ന വിശ്വാസമാണ് പ്രകാശം നൽകുന്നത്. ഇസ്രായേൽ ജനത മരുഭൂമിയിൽ ദീപസ്തംഭത്തിൻ്റെ പ്രഭയിൽ ചരിച്ചതുപോലെ ക്രിസ്തുവാകുന്ന ദീപത്തിൻ്റെ പ്രഭയിലാണ് ഇനി യാത്ര. ജലം സ്നാനത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. പ്രകാശത്തിൻ്റെ ജീവൻ്റെ സന്തതികളായി വ്യാപരിക്കുമെന്ന ആദർശത്തിലേക്ക് നാം സ്നാനമേൽക്കുകയാണ്. നാഥ, ഈ ദുഃഖശനി ഞങ്ങളെ മഹത്വത്തിലേക്ക് നയിക്കട്ടെ. അന്ധകാരം നിറഞ്ഞ ഇടവേളയിൽ, അസന്നിഗ്ധതയുടെ നിമിഷങ്ങളിൽ, ആശങ്കയുടെ നേരങ്ങളിൽ ഞങ്ങൾ ദുഃഖശനിയെ ധ്യാനിക്കട്ടെ. മണ്ണിലും മനസ്സിലും നിന്റെ രാജ്യമുദിക്കുന്ന നാളുകളിലേക്ക് ഞങ്ങളുടെ മിഴികളെ ഉയർത്തേണമേ എന്ന പ്രാർത്ഥനയോടെ ആമേൻ. ഗത്സമേനിലുള്ളം പിടഞ്ഞ നേരം കൈകാൽ കുഴഞ്ഞു കേണു. ഗത്സമേനിലുള്ളം പിടഞ്ഞ നേരം കൈകാൽ കുഴഞ്ഞു കേണു. യെരൂശലേം ചിറകിലണച്ചൊരൻ സ്നേഹം മറന്നതെന്തേ? യെരൂശലേം ചിറകിലണച്ചൊരൻ സ്നേഹം മറന്നതെന്തേ? താതാ കൈവെടിഞ്ഞതെന്തേ? മുൾമുടി ചൂടിച്ച ശിരസിൽ നിന്നും ഒഴുകുന്നു ജീവരക്തം.
താങ്ങുന്ന സ്നേഹമാ ശിമയോനാകുമോ? സ്നേഹത്തുവാലയായി വെറോനിക്കയാകുമോ? താങ്ങുന്ന സ്നേഹമാ ശിമയോനാകുമോ? സ്നേഹത്തുവാലയായി വെറോനിക്കയാകുമോ? ദൈവരാജ്യത്തിനായി ക്രൂശേന്തി പിന്നാലെ വന്നിടുമോ പ്രിയരേ? ദൈവരാജ്യത്തിനായി ക്രൂശേന്തി പിന്നാലെ വന്നിടുമോ പ്രിയരേ? എൻ പിതാവിൻ പ്രിയരേ, പ്രിയരേ, പ്രിയമക്കളേ, ഗത്സമനേലുള്ളം പിടഞ്ഞ നേരം കൈകാൽ കുഴഞ്ഞു വീണു. അനുകമ്പയാലെ അപ്പം മുറിച്ചു ഞാൻ, അഹങ്കാരത്താൽ എന്നെ മുറിക്കുന്നു നിങ്ങൾ. അനുകമ്പയാലെ അപ്പം മുറിച്ചു ഞാൻ, അഹങ്കാരത്താൽ എന്നെ മുറിക്കുന്നു നിങ്ങൾ. എന്നിണമൊഴുകി ചിതറിയ ഭൂമിയിൽ ദുർബല രക്തമിനി ചിന്തരുതേ. എന്നിണമൊഴുകി ചിതറിയ ഭൂമിയിൽ ദുർബല രക്തമിനി ചിന്തരുതേ. എൻ പിതാവിൻ പ്രിയരേ, പ്രിയരേ, പ്രിയമക്കളേ, ഗത്സമനേലുള്ളം പിടഞ്ഞ നേരം കൈകാൽ കുഴഞ്ഞു വീണു. യെരൂശലേം ചിറകിലണച്ചൊരൻ സ്നേഹം മറന്നതെന്തേ? താതാ കൈവെടിഞ്ഞതെന്തേ? മുൾമുടി ചൂടിച്ച ശിരസിൽ നിന്നും ഒഴുകുന്നു ജീവരക്തം. പങ്കില്ലെന്നോതി ക്ഷാളനം ചെയ്യുന്ന ന്യായാസനങ്ങളെ മിഴി തുറക്കൂ.